ഹായ് ഒരുവൻ, നമ്മൾ ജുമേറ റെസിഡൻസ് 2-ന്റെ അടുത്തുള്ള JBR ബീച്ചിലാണ്. ഹായ് ഗൈസ്, എനിക്ക് ഇവിടെ വന്നിട്ട് പൊതിച്ചോറ് കഴിക്കണം അല്ലെങ്കിൽ നാട്ടിലെ ഊണ് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇന്നിപ്പോ നമ്മുടെ ഏകദേശം ഡേ 6 ആയി. ഇതുവരെയായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർലി ഉച്ചയ്ക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമുക്ക് ഫൈനലി ചോറ് കഴിക്കാൻ ഡേ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി എക്സൈറ്റഡ് ആണ്. ആസ് യൂഷ്വൽ ഞാനും ജോമറ്റും നല്ലോണം ബുക്കൊക്കെ പഠിച്ചിട്ട് ലാസ്റ്റ് ബിരിയാണി കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടുത്തെ ബീഫ് ബിരിയാണിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. എനിക്ക് ഞാൻ ഞാൻ പൊതിച്ചോറ് എക്സൈറ്റഡ് ആണ്. എന്റെ പൊതിച്ചോറ് വരട്ടെ, എന്നിട്ട് എനിക്ക് സംസാരമുള്ളൂ. അപ്പൊ അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ഹെക്ടിക് ഡേ ആയിരുന്നു. ഇപ്പൊ സമയം നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് ദുബായ് ടൈം 2:45 രാവിലെ തൊട്ട് പണി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടായിരുന്നു. ജാനുവരി ഡേക്ക് നടക്കുവാണ്. മെയിൻ ഡേക്കിലേക്കുള്ള കുട്ടികൾ നേഴ്സിംഗ്, MSc നേഴ്സിംഗ് പോലുള്ള കുട്ടികളുടെ ആപ്ലിക്കേഷനുകളുടെ തിരക്കാണ്. വാട്സപ്പ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരെയും വിളിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടുകളുണ്ട്. എനിവേസ് ബാക്ക് ഇൻ UK സൂൺ. അപ്പൊ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ സെറ്റ് ആവും. അപ്പോൾ ബാക്കി കാണാം. സാമ്പാറുണ്ട്, മുളക് ചമ്മന്തി ഉണ്ട്, മത്തി ഫ്രൈ ഉണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, ഇതുണ്ട്. ഇതെന്താ പറയുക എനിക്കറിയത്തില്ല കേട്ടോ. ഇത് മീൻചാറാണ്, നല്ല മീൻചാറാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്, അടിപൊളിയാണ്. ലെറ്റ് മീ ട്രൈ. ഇച്ചിരി മീൻ വറുത്തത്, അയ്യോ മീൻ്റെ തലയായി. ഇച്ചിരി മീൻ വറുത്തത്, ഇച്ചിരി മുളക്, ഇച്ചിരി സാമ്പാർ. ഒന്നും പറയാല്ല, അടിപൊളി. ഞങ്ങളുടെ ബിരിയാണി, ബീട്രൂട്ട് സലാഡ് ഉണ്ട്, ചമ്മന്തി ഉണ്ട്, സലാഡ് ഉണ്ട്, പപ്പടം ഉണ്ട്, തൈര് ഉണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് എല്ലാവർക്കും കുറച്ച് പായസം കിട്ടിയിട്ടുണ്ട്. ബീഫ് ബിരിയാണിയാണ്, നല്ല രസമുണ്ട്. ഹായ് ഒരുവൻ, നമ്മൾ ജുമേറ റെസിഡൻസ് 2-ന്റെ അടുത്തുള്ള JBR ബീച്ചിലാണ്. സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾ ചുറ്റും കാണുക. വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പേഴ്സണലി UK-ലാണ്, ജോമറ്റ് ആണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലാണ്. ജോമറ്റ് വാഷിനികളെ ജർമ്മനി കാണാത്ത സ്ഥലമില്ല, കറങ്ങി കിടന്ന്. എന്നിട്ട് ഇവര് പറയുന്നത് ഇവർ ഇതുപോലൊരു സംഭവം കണ്ടിട്ടില്ല എന്നാണ്. കാരണം വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും വൈബാ. നമ്മുടെ നാട്ടിലെ കോഴിക്കോട് ബീച്ച് അതിന്റെ ചുറ്റും ഇതുപോലെ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാം. ഈ രാജ്യം ടൂറിസം കൊണ്ട് ഉണ്ടാക്കുന്ന പൈസക്ക് ഒരു കണക്കൂല എന്നുള്ളത് കാണാം. അവിടെ ജൈന്റ് വീല്, ഇവിടെ നിറച്ചും ആക്ടിവിറ്റീസ് ആണ്. ഇതെല്ലാം എത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് മൊത്തം യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊന്നും സ്വപ്ന കാലത്ത് വരാൻ പറ്റത്തില്ല. എന്തൂരം റെസ്റ്റോറന്റ്, എത്ര ആൾക്കാർക്ക് ജോലി കിട്ടുന്നു, എന്തൂരം അപ്പാർട്ട്മെന്റ്. ഈ അപ്പാർട്ട്മെന്റ് പണിതപ്പോഴും ആൾക്കാർക്ക് ജോലി, ഇതെല്ലാം വർക്ക് ചെയ്യാൻ ആൾക്കാർക്ക് ജോലി. എന്ത് അങ്ങനെ അത് ത്രൂ ആൾക്കാരനെ വരുന്നത്. അവിടെ കൊണ്ട് യോട്ട് സർവീസ് ചവറ് പോലെയാ. നമ്മുടെ കൊച്ചിയിലൊക്കെ എന്തോരം കാര്യം ഇതുണ്ട്, എന്നിട്ട് ഇതൊന്നും ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു കാലത്ത് വരുമായിരിക്കും. നമുക്ക് അവിടെ പീഡനവും ബലാത്സംഗവും ഒക്കെയാണല്ലോ മൈലേജ് കിട്ടുന്ന കേസ്. അതൊക്കെയാണ് ആൾക്കാർക്ക് താല്പര്യം ഡിസ്കസ് ചെയ്യാൻ. ചാനലുകാർക്കും അതെ, ചെലവൻ കാശുണ്ടാക്കും, ഇല്ലാത്ത സാധാരണക്കാർക്ക് ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ബിസിനസ്സും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിലൂടെ നടക്കുമ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ കാണുന്നു. ഞങ്ങൾ എപ്പോഴും കാഴ്ചയൊന്നും ഇല്ല കേട്ടോ. വല്ലപ്പോഴും ഒരു 10 ദിവസത്തേക്ക് വരുമ്പോൾ 2 ദിവസം ഇറങ്ങാനൊക്കെ ഇറങ്ങും. അല്ലാത്ത എല്ലാ ദിവസവും നമുക്ക് പണിയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പോകും. നയന മനോഹരമായ കാഴ്ചകളാണ്. മറ്റേ അങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ച്, മറ്റേ ആ കുട പോലെ ഇരിക്കുന്ന സാധനമൊക്കെ എന്നെ രസമാണെന്നറിയോ കാണാൻ വേണ്ടി. മൾട്ടി നാഷണൽസ് ആണ്, മനസ്സിലായി. അത് പല 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 രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ മൊത്തം വന്നേക്കുന്നത്. അല്ലാണ്ട് ഇന്ത്യൻസോ ഏഷ്യൻസോ ഒന്നുമല്ല. യൂറോപ്പിൽ നിന്നൊക്കെ ആൾക്കാർ ഒഴുകുവാണ് ഇങ്ങോട്ട്. ആ ഒരു ഇത് ദുബായ് ഗവൺമെന്റിന്റെ അവരൊക്കെ ഒരു വിഷൻ ഒന്നും പറയാനില്ലാത്തൊരു സംഭവമാണ്. നമ്മൾ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന തന്നെ ഒരു വലിയ ഇതാണ്. നിങ്ങളും
നാട്ടിൽ നിന്നൊക്കെ ചെറിയ പാക്കേജുകളൊക്കെ എടുത്ത് 3-4 ദിവസത്തേക്കൊക്കെ വരാൻ പറ്റും. 10-60,000 രൂപയ്ക്ക് താഴെയൊക്കെ ഉള്ള പാക്കേജുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഗൈഡ് സ്റ്റഡി ബ്രോ മെസ്സേജ് അയച്ചാൽ മതി. പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മുടെ സ്റ്റാഫ് ടീമൊക്കെ ചെയ്തു തരും. ബുക്ക് ചെയ്യാൻ പഠിക്കാനൊക്കെ നല്ല പാക്കേജിലൊക്കെ അറിയാവുന്ന ടീമുകളുണ്ട്. അവർ നിങ്ങൾക്ക് എടുത്തു തരും കേട്ടോ. അപ്പൊ ഇതൊക്കെ അടിപൊളിയാണ്. ജയന്റ് വീലിനൊക്കെ ഇറങ്ങി 200 റൂംസ് നമ്മുടെ നാട്ടിൽ 5,000 രൂപയാണ്. എത്ര സീറ്റ് ഉണ്ട് എൻ്റെ ഇത്? ഒരു ദിവസം എത്ര റൗണ്ട് കറങ്ങുമായിരിക്കും. അപ്പൊ അതുപോലത്തെ ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും വരുവാണെങ്കിൽ നാടിന് പ്രോസ്പെരിറ്റി ഉണ്ടാവും. അല്ലാണ്ട് മാസം മാസം കിയാ കാർണിവൽ മാറ്റിയെടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാര്യമുണ്ടോ? കിയാ കാർണിവൽ മാറ്റിയെടുക്കുന്ന ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. രാഷ്ട്രീയം ഇല്ലാത്ത നമ്മളൊക്കെ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല. കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോവാണ്. അപ്പോൾ വ്ളോഗ് നമ്മൾ എൻഡ് ചെയ്യുന്ന നമുക്ക് ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. എൽസ നാട്ടിലേക്ക് പോവാണ് ചൊവ്വാഴ്ച. ഞങ്ങൾ തിരിച്ച് UK-ക്കും അപ്പോൾ UK-ക്കും ജർമ്മനിക്കും പോവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. വീട്ടിലേക്ക് കൊണ്ടുപോകാം. സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ലോങ് ഡേ ആയിരുന്നു ഇന്ന്. കുറച്ച് ഓവർ വർക്ക് ആയിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ 2:30-3 മണിയായി. ഇവിടുത്തെ ഒരു വ്യൂവും കൂടെ കാണിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് കാണിക്കാം. ജോമറ്റി ഇവിടുത്തെ കാണിക്കും. യോട്ടുകളാണ് ചവറ്. നമ്മൾ നാളെ ഒരു യോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിവേസ് നമുക്കൊണ്ട് യോട്ടിലൊന്ന് ഇതാക്കണം. എൽസ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് രാജ്യത്തിന്റെ പുറത്ത് പെങ്ങൾ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം നമ്മൾ ബുക്ക് ചെയ്തതും പെറുക്കിയതൊക്കെ. ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു വൈബറൊന്നും അല്ല. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടറിയാം. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതൊക്കെ ഇടുന്നത്. ഇവരുടെയൊക്കെ കൊടുത്ത് വരുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറ്. അല്ലെങ്കിൽ ഞാൻ നമ്മള് ഒരു ജാക്കറ്റ് വിട്ട് പുറത്തിറങ്ങിപ്പോൾ വീഡിയോ ഇട്ട് ഇതാക്കി പോകും. എനിക്ക് അങ്ങനെ വലിയൊരു കൈൻഡ് ഓഫ് ഷോ ഓഫ് ലൈഫ് സ്റ്റൈലിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ആളാണ് ഞാൻ. പോകും കൈൻഡ് ഓഫ് അത്രമേൽ കൂടുതലാണ്. ഇപ്പം സ്വന്തം പെങ്ങളുണ്ടായിട്ട് ഞാൻ ഇറങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങാറില്ല. ആ രീതിയിലാണ് എൻ്റെ ഒരു സ്വഭാവം. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ഇൻട്രോവേർട്ട് സ്വഭാവം അല്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും ചിൽ ഔട്ട് ചെയ്യുക, പൊളിക്കുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരിക, കാണുക. എംആർഐക്ക് ബിൽഡിങ്സ് അതിന്റെ കൺസ്ട്രക്ഷൻ അല്ല, അതിന്റെ ഒരു ഭംഗിയാണ് കാണുന്നത്. അത് അയ്യത്ത് എത്രമാത്രം മനോഹരമാക്കാന്നുള്ളതാണ്. അതെ, എൽസ എന്റെ കൂട്ടത്തിൽ എനിക്കത് ബാധ്യതയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ചെലവുമാണ് ബാധ്യത. ബാധ്യത. ഞങ്ങൾ സ്കൂളിൽ പഠിച്ചോണ്ട സമയത്ത് വരെ ഇങ്ങനെയായിരുന്നു. ഞാൻ ബേബി എപ്പോഴും ഒന്നിച്ചിങ്ങനെ പോകും. അതെ, ഞാൻ കുഞ്ഞായിരുന്ന ബേബിയോട് എപ്പോഴും ചോദിക്കായിരുന്നു, എന്നെയും കൂടെ കൊണ്ടുപോടാ. അവസാനം അവൻ എന്നെ കൊണ്ടുവന്നു. ഹലോ ഗൈസ്, പിന്നെ വിഷ്വൽ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ എല്ലാം നടന്നു ടയേർഡായി. പിന്നെ ഞങ്ങൾക്ക് കുറച്ചധികം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനെല്ലാം പോയി പെറുക്കി ഞങ്ങൾ ഡെഡായി വന്നിവിടെ ഇരുന്നു. ഇപ്പം ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നാളെ രാവിലെ ഞങ്ങൾക്ക് എഴുന്നേൽക്കണം. നാളെ രാവിലെ കുറച്ചും കൂടെ സ്കെഡ്യൂൾഡ് വർക്ക് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട്. ഈവൻ സൺഡേ ഞങ്ങൾക്ക് കുറച്ച് കണ്ടന്റ് എടുക്കാനുണ്ട്. അതെല്ലാം കൂടെ ആയിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അയ്യോ നല്ല പടേ ഷേപ്പി. എന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളാണെങ്കിൽ ഭയങ്കര ലാഭിക്കലായതൊരു മെട്രോയിലൊക്കെ ആയിരുന്നു. മെട്രോ കാർഡ് എടുത്തിട്ട് ഞങ്ങൾ മടുക്ക് ഊബർ വിളിക്കും. മെട്രോയിൽ നിന്ന് ഇറങ്ങി ഊബർ വിളിക്കും. ഇപ്പോൾ അതൊക്കെയായിരുന്നു കളികൾ. ഒന്നും പറയണ്ട. ഇതാണെങ്കിലും ഓൾ ഗുഡ് ആണ്. ടിൽ നൗ ഓൾ ഗുഡ്. ഇനിയിപ്പോൾ നാളെ 1 ഡേ ഇങ്ങോടെ, നാളെ ഒരു യൂണിവേഴ്സിറ്റി വിസിറ്റ്. അതിവിടെ നേരെ നമുക്ക് അറിയാവുന്ന സ്ഥലമാണ്. നേരെ അവിടെ പോകുന്നു. തിരിച്ച് എന്താ പറയുക, ദുബായ് വന്ന് ഇറങ്ങുന്നു, ലഞ്ച് കഴിക്കുന്നു. തിരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കുന്നു. വൈകുന്നേരം ചൊവ്വാഴ്ച നമുക്ക് റെസ്റ്റാണ്. ബുധനാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും അതാത് സംസ്ഥാനങ്ങളിൽ എത്തിച്ചേരും വരുമെന്നാണ് അവിടെ വിശ്വസിക്കണത്. അങ്ങനെ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ എൽസയുടെ ഫ്ലൈറ്റാണ് ഒരു കാഷ്വാലിറ്റി ഉള്ളത്. ഇൻഡിഗോ ആണ് എൽസ ബുക്ക് ചെയ്തത്. കാശ് നോക്കി കളിച്ചതാണ്. അറിയത്തില്ല എങ്ങനെയാണ്, നോക്കണം. സോഫാർ ഗുഡാണ്. ഇനിയും ഗുഡായിട്ട് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ സെറ്റാക്കാം. അപ്പോൾ നമുക്ക് ഞായറാഴ്ചത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ നാളത്തെ നമ്മൾ എടുക്കുന്നതായിരിക്കും. നാളെയും കിടിലം വ്യൂ ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കിടിലം ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നു. നാളത്തെ വ്ളോഗും കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാം നാളത്തെ സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ ഗൈസ്.